പൂർവ്വജന്മം സത്യമാണോ? ഇന്നലകളില്ലാതെ ഇന്നുണ്ടാവും. പൂർവ്വജന്മം എപ്പോഴെങ്കിലും തിരക്കി പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആത്മാവിനെക്കുറിച്ച്, ഊർജത്തെക്കുറിച്ച് 100 ശ്ലോകങ്ങൾ. അപ്പോൾ ഈ സന്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്തിൽ ന്യസിക്കുന്നതാണ് സന്യാസം. നമ്മൾ ധരിച്ചിരിക്കുന്ന കാഷായം എടുത്ത് കുറിയിടുന്നതാണ്, അതല്ല. AC വരുമ്പോൾ തണുപ്പായി, ടേപ്പ് റെക്കോർഡ് വരുമ്പോൾ ശബ്ദമായി. എന്നാൽ ഈ ഇലക്ട്രിസിറ്റി അതിനകത്ത് നിന്ന് മാറിയാലോ ഇതെല്ലാം ശവമായി, പ്രവൃത്തിയില്ല. ഇതുപോലെ ഒരു ഊർജം എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. അതാണ് ഈ സത്ത് എന്ന് പറയുന്നത്. അതിൽ മനസ്സുകൊണ്ട് എന്തെങ്കിലും രൂപം കൽപ്പിക്കും. അതാണ് സത്തിൽ കൽപ്പിതമാകുന്നത് ഏതോ സങ്കല്പം. ഈ 9 ഭാവങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ 9 തേജോ ഗോളങ്ങളാണ്. നമ്മുടെ ഈ 9 ഭാവങ്ങളും ഈ 9 ഗ്രഹങ്ങളുമായിട്ട് കണക്ട് ആവും. 100%. മാനസിക വിഷമങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ദൗർബല്യങ്ങളുള്ളവർക്ക് കറുത്തവാവ് ദിവസങ്ങളിലും വെളുത്തവാവ് ദിവസങ്ങളിലും അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആകും. ആസ്മ ഉള്ളവർക്ക് ഈ ആസ്മ കൂടും ഈ 2 ദിവസങ്ങളിലും. സ്ത്രീകൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടല്ലോ, ആർത്തവ ചക്രം. ഈ 2 ആർത്തവങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? ശരീരത്തിലെ സർവ്വ പ്രവർത്തനങ്ങളെയും ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നിയന്ത്രിക്കാം. എക്സെപ്റ്റ് 1 ഫങ്ഷൻ, ആർത്തവം. അത് നിയന്ത്രിക്കാൻ കഴിയില്ല. ആ ചങ്ങലയിൽ നിന്ന് മുക്തമാകാനുള്ള മാർഗങ്ങളാണ് ഗുരുക്കന്മാർ നമുക്ക് എഴുതി വെച്ചത്. ഇതിനെ തന്നെയാണോ മോക്ഷം എന്ന് നമ്മൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഉത്തരേന്ത്യ മാർഗത്തിൻ്റെ പ്രത്യേകത അത് അരൂപ സാധനയാണ്, രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാം. ദക്ഷിണേന്ത്യൻ മാർഗം സിദ്ധസാധനയാണ്. ബാബാജിയെ പോലെ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള സോൾ പ്രസൻസുകളാണോ? ബാബാജിയെ പോലെ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറയുന്ന. എന്തുകൊണ്ടെന്ന് പറയുന്നു? നിങ്ങൾ കേട്ടതല്ലേ? അതെ. കണ്ടോ? ഇല്ല. കാണാൻ ശ്രമിക്കുക, അപ്പോഴേ ഇതിനൊക്കെ മറുപടി ഉണ്ടാവും. സന്യാസി ആവണമെങ്കിൽ ദാടി വേണം, കാഷായം വേണം എന്നൊക്കെയാണ് അത് ധരിച്ചിരുന്നത്. ഇതെല്ലാമായിട്ട് പിന്നെ കുറേ പഠനവും സ്വയം പ്രാക്ടീസും. ഗുരുവിനെ തേടി ഞാനൊരു ഏകദേശം 9 മാസത്തോളം 9 മാസം ഇന്ത്യ മുഴുവൻ അലഞ്ഞ് ഒരു പരിവ്രാജകനായിട്ട്. അത് കഴിഞ്ഞ് ശിവജ്യോതി ധർമാനന്ദ സ്വാമി കാന്തിമഠത്തിലെ അദ്ദേഹത്തിനെ കണ്ടെത്തി. അദ്ദേഹം എനിക്ക് ശ്രീവിദ്യ ഉപാസന കുണ്ടലിനി യോഗയിൽ ദീക്ഷ തന്നു. അങ്ങനെ സിദ്ധ പരമ്പരയിലെ ഒരു കണ്ണിയാക്കി എന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഏകാന്തതയിലേക്ക് പോയി. 4-5 വർഷത്തോളം കൂടുതലും ഞാൻ സമയം ചെലവഴിച്ചത് ഈ അരിപ്പ വനത്തിലാണ്. അരിപ്പ വനത്തിൽ. അപ്പോൾ അവിടെ ഒരു സന്യാസ ജീവിതത്തിൽ അന്വേഷിച്ച് ഇത്രയേ ഉള്ളൂ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ എനർജിയാണ് ഇൻഫിനിറ്റി. അത് നശിപ്പിക്കാനും കഴിയില്ല, സൃഷ്ടിക്കാനും കഴിയില്ല. അത് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുകയേ ഉള്ളൂ. ഭഗവത്ഗീത എഴുതിയിട്ട് 5300 പരം വർഷങ്ങളായി. അതിൽ കൃത്യമായി പറയുന്നു, നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേശ്വര. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. വാസാംസ ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപുരാണി തഥാ. ശരീരാണി എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മുഷിഞ്ഞ വസ്ത്രം മാറി പുതിയ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് ആത്മാവ് മുഷിഞ്ഞ ശരീരത്തെ കളഞ്ഞൊരു പുതിയ ശരീരം എടുക്കുന്നു. ഈ ഗീതയിൽ എഴുതിയിരിക്കുന്നത് ഒരു ആത്മീയ സാഹിത്യ ഭാഷ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, സ്ട്രെയിറ്റ് സയൻറ്റിഫിക് ലാംഗ്വേജ്. അപ്പോൾ ഈ പൂർവ്വജന്മം സത്യമാണോ? പൂർവ്വജന്മം സത്യമാണോ? ഇന്നലകളില്ലാതെ ഇന്നുണ്ടാവോ? ഇല്ല. ഇന്നുണ്ടാവാതെ നാളെ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ പൂർവ്വജന്മം വെച്ചാൽ ഉണ്ടാകണ്ടേ? പൂർവ്വജന്മം എപ്പോഴെങ്കിലും തിരക്കി പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അന്ന് എന്തായിരുന്നു അനുഭവം? പൂർവ്വജന്മം തിരക്ക് ഞാൻ എങ്ങോട്ടും പോയില്ല, ആന്തരികമായി തിരിച്ചറിവിലേക്കാണ് പോയത്. ഇപ്പോൾ നാരായണ ഗുരു ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ആരൊക്കെ ചെന്ന് ചോദിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള ഒരു ദേവനെ, മൂർത്തിയെക്കുറിച്ച് എഴുതി കൊടുക്കും. ശിവനെന്ന് വെച്ചാൽ ശിവാഷ്ടകം എഴുതി കൊടുത്തു. സുബ്രഹ്മണ്യ സ്തവം, ശാരദാദേവി, എന്താണ് കീർത്തനം, ഇങ്ങനെ പല ഇത് എഴുതി കൊടുത്തു. പക്ഷെ ചിലർ ചെന്നിട്ട് പറഞ്ഞു, നോക്ക് ഈ സഗുണ ആരാധനയെ നമുക്ക് വേണ്ട, സത്യം വേണം. അങ്ങനെയാണ് ആത്മോപദേശ ശതകം എഴുതി കൊടുക്കുന്നത്. ആത്മാവിനെക്കുറിച്ച്, ഊർജത്തെക്കുറിച്ച് 100 ശ്ലോകങ്ങൾ. അതിൽ ആദ്യം തന്നെ പറയുന്നു, അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും കരുവിന്, കാരണത്തിന്, എസൻസിന്, കണ്ണുകൾ 5 ഉള്ളടക്കി. യോഗയിലെ പ്രത്യാഹാരമാണ് കണ്ണുകൾ 5 വെച്ചാൽ 5 ഇന്ദ്രിയങ്ങളും ഉള്ളിലേക്ക് അടക്കി തെരുതെരെ വീണ് ഉണങ്ങി ഓതിടണം. കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് അടക്കുന്ന ഒരു പ്രക്രിയയാണ് ധ്യാനം. അത് ചെയ്യണമെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്കുണ്ടാകണം. ആ യോഗ്യതയ്ക്ക് വേണ്ടി ചില സാഹചര്യങ്ങൾ ഒരുക്കണം.
അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സന്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്തിൽ ന്യസിക്കുന്നതാണ് സന്യാസം. നമ്മൾ ധരിച്ചിരിക്കുന്ന കാഷായം എടുത്ത് കുറിയിടുന്നതാണ്, അതല്ല. സത്ത് എന്ന് പറഞ്ഞാൽ എനർജി, റിയാലിറ്റി. ന്യസിക്കുക എന്ന് വെച്ചാൽ ആവർത്തിച്ച് അതിൽ ശ്രദ്ധിക്കുക. ഈ പൂർവ്വജന്മം തിരക്കി പോയപ്പോൾ, അതായത് തന്നോട് തന്നെ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാട്ടി തന്നിരുന്നു? അതായത് പഴയ കാലത്തെ ഒരു സന്യാസി പരമ്പര തന്നെ ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും? ഇതെല്ലാം നമ്മുടെ സങ്കല്പ ലോകത്തുണ്ടാകുന്ന ഈ വിഷ്വലൈസേഷനാണ്. സത്ത് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി, അതിന് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്താണ് അതിൻ്റെ രൂപം? പറയാൻ കഴിയില്ല, അറിയില്ലല്ലോ. പക്ഷെ അത് ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ വരുമ്പോൾ ആ രൂപം പ്രാപിക്കും. അതെ, ബൾബിൽ വരുമ്പോൾ ലൈറ്റായി, ക്യാമറയിൽ വരുമ്പോൾ അത് ക്യാപ്ചറിങ് ആയി, എ സിയിൽ വരുമ്പോൾ തണുപ്പായി, ടേപ്പ് റെക്കോർഡ് വരുമ്പോൾ ശബ്ദമായി. ഇതിലേതാ ശരി? എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. എന്നാൽ ഈ ഇലക്ട്രിസിറ്റി അതിനകത്ത് നിന്ന് മാറിയാലോ ഇതെല്ലാം ശവമായി, പ്രവൃത്തിയില്ല. ഇതുപോലെ ഒരു ഊർജം എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. അതാണ് ഈ സത്ത് എന്ന് പറയുന്നത്. അതിൽ മനസ്സുകൊണ്ട് എന്തെങ്കിലും രൂപം കൽപ്പിക്കും. അതാണ് സത്തിൽ കൽപ്പിതമാകുന്നത് ഏതോ സങ്കല്പം. നമ്മുടെ ജീവിതം മുഴുവൻ ഈ സങ്കല്പങ്ങളിലാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചത് പൂർവ്വജന്മം, താങ്കൾക്കൊരു സങ്കല്പമുണ്ട്. അതെ, ആ സങ്കല്പത്തെ സാധൂകരിക്കാനാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സത്യത്തിൽ ഈ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് ആ സത്ത് കണ്ടെത്തിയാൽ പിന്നെ ഈ കൽപ്പങ്ങൾ ഉണ്ടാവില്ല. അല്ല, ഇന്ന് ഒരുപാട് ആളുകളുണ്ട്, അതായത് ഒരു ഈ പൂർവ്വജന്മനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ പൂർവ്വജന്മം ഇതായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് പേര് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി വരും, എന്തായിരിക്കും നമ്മുടെ പൂർവ്വജന്മം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഗുരുജിയോട് ചോദിച്ചത്, ഗുരുജിയുടെ പൂർവ്വജന്മം എന്തായിരുന്നു എന്ന്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് നമ്മെക്കുറിച്ച് മറ്റാരെങ്കിലും പറഞ്ഞു തരണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇത് തെറ്റ്. ഇതാണ് നമ്മളെ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. യാതൊരു ബെനിഫിറ്റും ഇതുകൊണ്ടില്ല. എന്നാൽ ഈ ഗുരുക്കന്മാർ ഇതെല്ലാം എഴുതി വെച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നമ്മുടെ സത്തയിലേക്ക് എത്തിക്കാനുള്ള പടവുകൾ മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ ജ്യോത്സ്യം, എല്ലാവരും ജ്യോത്സ്യത്തെക്കുറിച്ച് വലിയ ക്യൂരിയസ് ആകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഭാവി എന്തെന്ന് വേറൊരാൾ പറഞ്ഞു തരാം. ഗുരു ഇത് ഉദ്ദേശിച്ചല്ലത് എഴുതിയത്. സത്യത്തിൽ 9 ഊർജ കേന്ദ്രങ്ങളാണ് നമ്മൾ ഈ നവഗ്രഹങ്ങളെന്ന് പറയുന്നത്. സൂര്യനെ ഉദ്ദേശിച്ച് പറയുന്ന, സൂര്യൻ നക്ഷത്രമാണെങ്കിലും ഭൂമിയിൽ നിന്ന് നോക്കുന്നതുകൊണ്ട് അതിനെ ഒരു ഗ്രഹമായി സങ്കല്പിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 9 ഗോളങ്ങളിൽ നിന്ന് വരുന്ന ഊർജം ഭൂമിയിൽ നിൽക്കുന്ന എന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്ര നിഗമനമാണ് ജ്യോതിശാസ്ത്രം. എന്നിട്ട് അതിനെ ഒന്ന് ആഴത്തിലറിഞ്ഞ് ഗൗരവമായി പഠിച്ചിട്ട് കണ്ണടച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ 9 കേന്ദ്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അത് ഈ യൂണിവേഴ്സിനെ മുഴുവൻ നമുക്ക് നമ്മളിലേക്ക് കാണാൻ കഴിയും. ഇൻ്ററാക്ഷനാണ്. ഇപ്പോൾ ഒരു കാന്തം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു പച്ചരിമ്പിരിക്കുകയാണ്. ആ പച്ചരിമ്പിലേക്ക് ഇതിനൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞത് അനങ്ങുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു കാന്തം ഉണ്ടെന്ന്. അതെ. അപ്പോൾ നമ്മളൊരു പച്ചിരുമ്പ് കഷ്ണമാണെങ്കിൽ 9 കാന്തങ്ങളാണ് നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നവരസങ്ങളുണ്ട്, നമുക്ക് 9 ഭാവങ്ങളുണ്ട്. നമുക്ക് ഈ 9 ഭാവങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ 9 തേജോ ഗോളങ്ങളാണ്. നമ്മുടെ ഈ 9 ഭാവങ്ങളും ഈ 9 ഗ്രഹങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് 100%. തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും. ഈ ചില നമ്മളെ കൂട്ടുകാരൊക്കെ മാനസികമായി ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവൻ എന്തെങ്കിലും സ്ട്രെയിഞ്ചായിട്ട് പെരുമാറിയാൽ ആൾക്കാർ ചോദിക്കില്ലേ, എന്താടാ വാവെടുത്തോ? അതിൻ്റെ അർത്ഥം എന്താ? പ്രേതത്തെ ഭൂതത്തെ ഒന്നുമല്ല. മാനസിക വിഷമങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ദൗർബല്യങ്ങളുള്ളവർക്ക് ഈ കറുത്തവാവ് ദിവസങ്ങളിലും വെളുത്തവാവ് ദിവസങ്ങളിലും അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആകും. ആസ്മ ഉള്ളവർക്ക് ഈ ആസ്മ കൂടും ഈ 2 ദിവസങ്ങളിലും. ഈ ഇംഗ്ലീഷിൽ ഇവരെ ലുനാറ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. ലുനാറ്റിക്സ്. എന്നിട്ട് ഇവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന് ലുനാറ്റിക് അസൈലം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ചന്ദ്രൻ്റെ ശക്തിയാണ്. പിന്നെ ഈ ഏറ്റവും വലിയ ഉറക്കം ഉണ്ടാകുന്നത് ചന്ദ്രൻ്റെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട്. സ്ത്രീകൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടല്ലോ, ആർത്തവ ചക്രം. ഈ 2 ആർത്തവങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ കറക്റ്റായിട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 ദിവസമൊക്കെ ആവും. 28 ദിവസങ്ങളാണ്.
ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ അറിയാം, ശരീരത്തിലെ സർവ്വ പ്രവർത്തനങ്ങളെയും ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നിയന്ത്രിക്കാം. എക്സെപ്റ്റ് വൺ ഫങ്ഷൻ, ആർത്തവം, അത് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം ഇത് ചന്ദ്രനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിടികിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വിസിബിൾ കാര്യങ്ങളാണ്. 28 ദിവസം കൊണ്ട് ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു എഗ്ഗ് ഫോം ചെയ്യും. അതിനകത്ത് 28 ദിവസത്തിനകത്ത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ ബോഡി തന്നെ ഡിസ്കാർഡ് ചെയ്യും, എന്നിട്ട് വീണ്ടും തുടങ്ങും. അപ്പോൾ അത് കൃത്യമായിട്ടും ആയുർവേദം പറയുന്നു, കുചേന്ദു ഹേതു പ്രതിമാസാർത്ഥവം. ഇത് ചന്ദ്രൻ്റെ പ്രവർത്തനവുമായി രശ്മികളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ശരീരത്തിലുള്ള സർവ്വ കോശങ്ങളുടെ പ്രവർത്തനങ്ങളും നേരിട്ട് ബന്ധപ്പെടുന്നത് ചന്ദ്രനുമായും. ചന്ദ്രനെ ആരാ നിയന്ത്രിക്കുന്നത്? സൂര്യശക്തി. ഇതുകൊണ്ടാണ് ശരീരത്തിൻ്റെ വലത് സൈഡ് സൂര്യനെന്നും ഇടത് സൈഡ് ചന്ദ്രനും എന്ന് പറയുന്നത്. ഒരു ആറ്റം എടുത്താൽ പോലും നമുക്ക് അതിനകത്ത് ന്യൂട്രലും ഫേസും കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും പിന്നെ ഇലക്ട്രോൺ മൂവിങ് എന്ന് നമുക്ക് ഒരു പരിധിവരെ ശാസ്ത്രത്തിനെ ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ശരീരത്തിൽ നോക്കിയാൽ വലത് സൈഡ് മാസ്കുലൈൻ അല്ലേ പൊതുവേ? അതെ. ഇടത് സൈഡ് ഫെമിനൈനാണ്. ചൂടും തണുപ്പും കൂടി ചേർന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ തേജോ ഗോളങ്ങളുടെ ഈ പ്രവർത്തനം തന്നെയാണ്, ഇൻഫ്ലുവൻസ് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെങ്ങനെ അറിയും? നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അത് സിദ്ധമാണ്. അത് നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരു അവിടെ എന്തിനായി ശാസ്ത്രം എഴുതിയത് നമ്മുടെ ശ്രദ്ധ ഈ ബാഹ്യമായ ലോകത്തു നിന്ന് ഉള്ളിലേക്ക് തിരിച്ച് ആ ബാഹ്യലോകത്തെ ഉള്ളിൽ തന്നെ കാണാൻ കഴിയുന്നൊരവസ്ഥ. വ്യഷ്ടിയും സമഷ്ടിയും. വ്യഷ്ടി എന്ന് വെച്ചാൽ വ്യക്തി, സമഷ്ടി എന്ന് വെച്ചാൽ പ്രപഞ്ചം. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ. മോഡേൺ സയൻസ് പറയുമ്പോൾ അത് ക്ലിയറായി. അണുരണീയാൻ മഹതോ മഹിയാൻ. ഇതിൻ്റെ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ അണു മഹത്. ഏറ്റവും ചെറുതിലും പ്രപഞ്ചം തന്നെയുണ്ട്, ഏറ്റവും വലുതിലും പ്രപഞ്ചം തന്നെയുണ്ട്. ഈ അറിവിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഗുരുക്കന്മാർ പുസ്തകങ്ങളായി എഴുതി വെച്ചത്. അതിലേക്ക് എത്തുമ്പോൾ ഈ ചോദ്യങ്ങൾ നമുക്ക് ഇല്ലാതാകും. കാരണം ഇന്നലെകൾ നമ്മുടെ മനസ്സിലാണ്, നാളെയും നമ്മുടെ മനസ്സിലാണ്. യോഗ എന്ന് പറയുന്നത് യോഗ ചിത്തവൃത്തി നിരോധ. അതായത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിരോധിച്ചാൽ നിങ്ങൾക്ക് ഇന്നലെകളിൽ നിന്നും നാളെകളിൽ നിന്നും മുക്തമാകാം. നമ്മൾ ചോദിച്ച ചോദ്യം ഡിപ്രഷനും ആങ്സൈറ്റിയും. ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഇന്നലെകളിലുള്ള നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള വ്യാകുലത, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ആകുലത. ഇത് രണ്ടും നമ്മുടെ മനസ്സിലാണ്. എന്താണ് ആ ഒരു എൻറ്റാങ്കിൾമെൻറ്റ്, ആ ചങ്ങലയിൽ നിന്ന് മുക്തമാകാനുള്ള മാർഗങ്ങളാണ് ഗുരുക്കന്മാർ നമുക്ക് എഴുതി വെച്ചത്. ഇതിനെ തന്നെയാണോ മോക്ഷം എന്ന് നമ്മൾ പറയുന്നത്? തീർച്ചയായിട്ടും. മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തി. ഇപ്പോൾ താങ്കൾക്കൊരു തലവേദനയുണ്ട്, നല്ല തലവേദന. ഞാൻ ഈ പറയുന്ന വാചകവും എന്ന് കേൾക്കാനുള്ള യാതൊരു സാന്നിധ്യവും ഉണ്ടാവില്ല, മനസാന്നിധ്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വേണ്ടത് എന്താണ്? എത്രയും പെട്ടെന്നൊരു മരുന്ന് തന്നിട്ട് ആ വേദനയിൽ നിന്നൊരു മോക്ഷം, ഒരു മുക്തി, അത്രയേ ഉള്ളൂ. പക്ഷെ മോക്ഷം എന്ന് പറയുന്നത് മരണശേഷം ലഭിക്കുന്ന ഒന്നും അല്ല. എന്ത് വേദനയുണ്ടോ, എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതിൽ നിന്ന് മുക്തമാകുന്ന അവസ്ഥയാണ് മുക്തി അഥവാ മോക്ഷം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഗുരുക്കന്മാർ കൂടുതലും സമാധിയാവാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അത് മറ്റൊരു മോക്ഷതലം അങ്ങനെയുണ്ടോ? അതായത് ഇപ്പം അവർ പറയും ചില സിദ്ധികൾ എത്ര കിട്ടിയാലും അവർ അതിൽ തൊടില്ല. അപ്പം സിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തിയിലെത്തത്തില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതിൽ മറ്റൊരു മോക്ഷതലമുണ്ടോ? ഈ മോക്ഷം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പരിമിതിയും പിന്നെ ആ പരിമിതിയാണ്. ഒരു ഫൈനൈറ്റും ഒരു ഇൻഫിനിറ്റിയുമാണ് നമ്മൾ സങ്കല്പിച്ചെടുക്കുന്നത്. ഇൻഫിനിറ്റി ഒരിക്കലും നമുക്ക് അറിയാൻ കഴിയില്ല, കാരണം അതിന് രൂപമില്ല. രൂപമില്ലാത്ത നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ സമാധി എന്നും സിദ്ധി എന്നൊക്കെ പറയുന്നത് കുറേ പുസ്തകങ്ങളൊന്ന് വായിക്കും. അനുഭവിച്ചറിഞ്ഞവൻ അവൻ്റെ ഭാഷ മൗനമാണ്. അതുകൊണ്ടാണ് അവരെ മുനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദർ ഈസ് എ സൗണ്ട് ഓഫ് സൈലൻസ്. നിശബ്ദതയ്ക്കൊരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തെ കേൾക്കാൻ ശ്രമിക്കുന്നതാണ് മുനിത്വം. അത് ആ ശ്രമം വിജയിക്കുമ്പോൾ അവൻ മുനിയായി. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. അപ്പോൾ മൗനത്തിൽ അമർന്നിരിക്കുന്ന വ്യക്തി ആണ് മുനി. അത് ആർജിക്കുന്ന അവസ്ഥയാണ് മുനിത്വം. ആ മുനിത്വത്തിൽ ഈ ഇതൊന്നും ഇല്ല. അവിടെയാണ് ശങ്കരാചാര്യർ വ്യക്തമായി പറഞ്ഞത്,
ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നില്ല, ഇത് നമ്മുടെ മനസ്സിലാണ്. പക്ഷെ എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റും? കഴിയില്ല. മോഡേൺ സയൻസും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഡിക്ലെയർ ചെയ്തു, ദർ ഈസ് നോ മെറ്റീരിയൽ വേൾഡ് എക്സിസ്റ്റിംഗ് ദ വേ യു പെർസീവ്. നിങ്ങൾ നോക്കിൽ കാണുന്നത് പോലെ ഒരു പ്രപഞ്ചം ഇവിടെ ഇല്ല, അത് മായയാണ്. അപ്പോൾ പിന്നെ എന്താണ് സത്യം? മെറ്റീരിയൽ വേൾഡിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോയാൽ എനർജി വേൾഡിലേക്ക് നിങ്ങൾക്ക് എത്താം. ആ എനർജി വേൾഡിൽ പിന്നെ നിങ്ങളില്ല, എനർജിയേ ഉള്ളൂ. അതാണ് ആ ദ്വൈതം. രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. കാണുന്നവനും കാണപ്പെടുന്നതും ഇല്ല. എന്തോ ഒന്നുണ്ട്, അത് പറയാൻ വേറൊരാളില്ല. ആ ഒരവസ്ഥയിലേക്ക്, അതിനെയാണ് ഇംഗ്ലീഷിൽ എ ഡുവാലിറ്റി, രണ്ടില്ല ഒന്നാണ്. ആ ദ്വൈതത്തെയാണ് എ ഡുവാലിറ്റി എന്നിപ്പോൾ അവരും വിളിക്കുന്നത്. ഞാൻ ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ. അതായത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഒരാൾ പറഞ്ഞു കേട്ട് വന്നതാണ്. അപ്പം ശങ്കരാചാര്യരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ശങ്കരാചാര്യർ ശങ്കരപീഠം കയറാൻ നേരത്ത് അദ്ദേഹത്തിന് തടസ്സമായി നിന്നത് അദ്ദേഹത്തിൻ്റെ ലൈംഗികതയായിരുന്നു, സെക്ഷുവാലിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു രാജാവിൻ്റെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം ചെയ്യുകയും പിന്നീട് സെക്ഷുവാലിറ്റി അറിഞ്ഞതിന് ശേഷമാണ് ഈ സർവജ്ഞപീഠം കയറിയത് എന്ന് പറഞ്ഞൊരു കഥ എങ്ങനെയുണ്ട്? അത് യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ അനുഭവത്തിന് പോയി എന്നുള്ളതൊരു കഥയല്ലേ. അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആർക്കാണ് വ്യക്തമായ ബോധ്യമുള്ളത്? പിന്നെ യുക്തിക്ക് വേണ്ടി ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാട്ടിൽ കല്യാണത്തിന് മുമ്പാണ് കാട്ടിൽ കയറിയത്. ദീക്ഷയൊക്കെ മേടിച്ചു, കാട്ടിൽ കയറി തപസ് ചെയ്തു, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ എന്ത് വേണം? എന്തായാലും ഞാൻ മരണത്തെ അതിജീവിക്കുന്ന വിദ്യ അന്വേഷിച്ചാണ് പോയത്. എനിക്കത് മനസ്സിലായി, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എനിക്കത് സംഭവിച്ചു. വിദേഹാവസ്ഥ. നേരെ അവിടെ ഈറ കയറ്റാൻ വന്ന ഒരു ലോറിയിൽ കയറി വെളിയിലിറങ്ങി സ്വാമി എടുത്തു പോയി. സ്വാമി എടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എനിക്കിനി ആ ദേഹമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അപ്പോൾ സ്വാമി പറഞ്ഞു, ഒന്നുകിൽ നീ ഇനി ശുദ്ധ ഹഠയോഗിയായിട്ട് പിന്നെ ഹിമാലയത്തിലേക്ക് പോവുക. നമുക്ക് രണ്ട് തരം മാർഗങ്ങളാവുള്ളത്. ഒന്ന് ഹിമാചല മാർഗവും ഒന്ന് വിന്ധ്യാചല മാർഗവും. അതൊന്നും പൊതുവെ അങ്ങനെ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഉത്തരേന്ത്യൻ മാർഗവും ദക്ഷിണേന്ത്യൻ മാർഗവും ഉണ്ട്. അപ്പോൾ ഉത്തരേന്ത്യൻ മാർഗത്തിൻ്റെ പ്രത്യേകത അത് അരൂപ സാധനയാണ്, രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാം. ദക്ഷിണേന്ത്യൻ മാർഗം സിദ്ധസാധനയാണ്, അത് സ്വരൂപ സാധനയാണ്. ഈ സ്വരൂപമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ആ ലെവലിലാണോ? ആസ്ട്രൽ പ്രൊജക്ഷനൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടുവെക്കുന്ന ചില സങ്കല്പങ്ങളാണ്. നമ്മൾ ആ റിയാലിറ്റിയിൽ എത്തുമ്പോൾ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ശരീരത്തിനപ്പുറത്തേക്ക് ഇപ്പം ബാബാജിയെ പോലെ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള സോൾ പ്രസൻസുകളാണോ? ബാബാജിയെ പോലെ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറയുന്ന, എന്തുകൊണ്ടെന്ന് പറയുന്നു? നിങ്ങൾ കേട്ടതല്ലേ? അതെ. കണ്ടോ? ഇല്ല. കാണാൻ ശ്രമിക്കുക, അപ്പോഴേ ഇതിനൊക്കെ മറുപടി ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മളെപ്പോഴും കഥകളിലേക്ക്, ബാഹ്യമായിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് വീണു പോകും.